ഓണക്കാലത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓണം അവനക്ക് ആഘോഷിക്കാൻ പറ്റുമോ? ഓണത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പല ആളുകളും പറയുന്നു ഓണം അതൊരു ദേശീയ ഉത്സവമാണ്, ചിലർ പറയുന്നു അതൊരു കാർഷിക ഉത്സവമാണ്. എന്താണ് കറക്റ്റ് ഓണം എന്ന് പറഞ്ഞാൽ? ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ട്, എന്തെന്നറിയോ ഓണം എന്ന് പറഞ്ഞാൽ? ഓണവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, മതസൗഹാർദ്ദം എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് തുടങ്ങി ഒരു വലിയ ചർച്ച തന്നെ ഈ വീഡിയോയിലൂടെ നമുക്ക് നടത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല മരണം വരെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മുറുകെ പിടിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, ആമീൻ. നമ്മളെല്ലാവരും ഓണക്കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നു, ഒരുപാട് കമൻറ്റിലൂടെയും അല്ലാതെ ഫോണിൽ വിളിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നു, ഓണാഘോഷം അതൊരു മുസ്ലിമിന് പറ്റുമോ ഇല്ലയോ? അതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഓണം? എന്താണ് ഓണം? ഒരുപാട് നിർവചനങ്ങളാണ് ഓണത്തിനെ പറ്റി പറയുന്നത്. ഓണമെന്ന് പറഞ്ഞാൽ അത് കേരളീയരുടെ ഒരു ഉത്സവമാണ്. ഓണമെന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ഉത്സവമാണ്. ഓണമെന്ന് പറഞ്ഞാൽ അതൊരു ദേശീയ ഉത്സവമാണ്. ഓണമെന്ന് പറഞ്ഞാൽ അത് ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ്. തുടങ്ങി ഒരുപാട് ഡെഫിനിഷനുകൾ പല ആളുകളും പറയുന്നതായി കേൾക്കുന്നുണ്ട്. ഇവിടെ ഈ അടുത്തായി ഒരു പ്രഭാഷകനായ ഒരു സ്വാമിജി പറഞ്ഞത് ഓണം എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഹൈന്ദവ പ്രഭാഷകനും പണ്ഡിതനുമാണ്, സ്വാമി വിനോദ് കുമാര ശർമ്മ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്ന ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഓണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത്. ഈ അവതാരമുണ്ടായ ദിവസമാണ് തിരുവോണം. അതായത് സംസ്കൃതത്തിൽ ശ്രോണ എന്നാണ് പറയാറ്. ആ ശ്രോണയാണ് പിന്നീട് ഓണമായത്. സംസ്കൃതത്തിൽ ശ്രീ എന്ന ഒരു വാക്കുണ്ട്. ആ ശ്രീ എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ വരുമ്പോൾ തിരു എന്നാണ്. അതായത് ശ്രീ ശ്രോണ, അതായത് തിരുവോണം. ശ്രീ ശ്രോണയാണ് തിരുവോണമായത്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്ന് വാമനമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാനെ ഹൈന്ദവർ അവരുടെ വീടുകളിൽ പൂജ നടത്തി പൂജ വെച്ച് ആരാധിക്കുന്ന ഒരു ദിവസമാണ് തിരുവോണ ദിവസം. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ കുടുംബത്തിൽ കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് തിരുവോണ ദിവസം. ഇതാണ് ഓണത്തിൻ്റെ ആ ഐതിഹ്യമതാണ്. അതുപോലെ ഈ തൃക്കാക്കര എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നമ്മുടെ ഇവിടെ അടുത്താണ്. ഈ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പേര് വരാനുള്ള കാരണം ഭഗവാൻ തൃക്കാൽ വെച്ച കരയാണ് തൃക്കാക്കര. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണ് ഓണമെന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓണം കാർഷികത്തിൻ്റെ ഉത്സവമാവട്ടെ, അത് ദേശീയ ഉത്സവമാവട്ടെ, അത് ഹൈന്ദവരുടെ ആചാരമാവട്ടെ, അല്ലെങ്കിൽ കേരളീയരുടെ ഉത്സവമാവട്ടെ, എന്താണെങ്കിലും ഓണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനേഷനാണ് നമുക്ക് കൃത്യമായി വ്യക്തമായി പറഞ്ഞു കൊടുക്കാനുള്ളത്. അതായത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് ആഘോഷമാണ്. ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ആഘോഷമല്ലേ ഉസ്താദെ എന്ന് പല ആളുകളും ചോദിച്ചേക്കാം. എന്താണ് മതസൗഹാർദ്ദം? അത് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായ ആളുകൾ ഹൈന്ദവരുടെ ആചാരങ്ങൾ പിൻപറ്റുന്നതോ, അല്ലെങ്കിൽ ഹൈന്ദവരായ ആളുകൾ മുസ്ലിമീങ്ങളുടെ ആചാരങ്ങൾ പിൻപറ്റുന്നതോ, അല്ലെങ്കിൽ ഹൈന്ദവരായ ആളുകൾ ക്രൈസ്തവരായ ആളുകളുടെ ആചാരങ്ങൾ പിൻപറ്റുന്നതോ, ക്രൈസ്തവരായ ആളുകളുടെ ആചാരങ്ങൾ മുസ്ലിമീങ്ങൾ പിൻപറ്റുന്നതോ അല്ല മത സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതസാഹോദര്യം. ഇതൊന്നുമല്ല. അതായത് മുസ്ലിമിന് അവൻ്റെ മതമനുസരിച്ച് ജീവിക്കുക, അതാണ് അവൻ്റെ മതത്തിലുള്ള സ്വാതന്ത്ര്യം. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവർക്ക് അവരുടേതായ മതത്തിലുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അതാണ് അവരുടെ മതസ്വാതന്ത്ര്യം. ക്രൈസ്തവർക്ക് അവരുടേതായ മതത്തിലുള്ള വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുക, അതാണ് അവരുടെ മതവിശ്വാസം. ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, പെരുന്നാളിന് ഏതെങ്കിലും ഒരു
ഹൈന്ദവരായ സഹോദരൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കാറില്ല, അല്ലെങ്കിൽ ഖുതുബ കേൾക്കാറില്ല. അതെന്താണ്? അതിൻ്റെ ആവശ്യം അവർക്കില്ല. ഖുതുബ കേൾക്കലും നിസ്കരിക്കലും മുസ്ലിമീങ്ങളാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബലിപെരുന്നാളിന് ക്രൈസ്തവരായ ആളുകൾ ആരും ബലിയെറുക്കാറില്ല, മുസ്ലിമീങ്ങളുടെ ബലി എറുക്കാറില്ല, ഉളഹിയത്ത് അറുക്കാറില്ല. കാരണം എന്താ? അത് അവരുടെ മത ആചാരമല്ല, അത് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ തൊഴാൻ പോവേണ്ടത് അത് ഹൈന്ദവരായ ആളുകളാണ്. ഹൈന്ദവരായ ആളുകൾ പോകുമ്പോൾ അവർക്ക് അവരുടേതായ ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ മാമോദീസ മുക്കുക എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ആചാരമല്ല, ഒരു മുസ്ലിമിൻ്റെ ആചാരമല്ല, അതൊരു ക്രൈസ്തവ ആചാരമാണ്. ഇങ്ങനെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരവർ സ്വന്തമായി പിൻപറ്റുമ്പോഴാണ് ഇവിടെ മതസാഹോദര്യം ഉണ്ടാവുക, മതമൈത്രി ഉണ്ടാവുക. ഓണം എന്നുള്ളത് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലൊക്കെ ഹൈന്ദവ ആചാരങ്ങളാണ് ഉള്ളത്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഓണത്തിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ, ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തക്കളം ഇടുന്നത്. പൂ കൊടുക്കുന്നത് എന്താ? ഒരാളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനാണ്. അപ്പോൾ ആ ഒരു ഭഗവാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഭഗവാനെ സ്വീകരിക്കുന്നതാണ് ഏത് രൂപത്തിൽ? അത്തക്കളം ഇട്ട്, ആ പൂക്കളം ഇട്ട് സ്വീകരിക്കുന്നത്. ഇതൊക്കെ ഉസ്താദുമാരെ നിങ്ങളെങ്ങനെ പറഞ്ഞോ, ഞങ്ങൾക്കുള്ള തോന്നിയതുപോലെ ചെയ്യും എന്നെങ്ങാനും ആരെങ്കിലും പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞാനിത് പറയുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. ഇത് കേൾക്കാൻ തയ്യാറാവാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒരുപാട് മോശത്തരം പറയുന്ന ആളുകളുണ്ടാകും. ആരും വന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. പറയുന്നത് വിശ്വാസികളോടാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ആരാധനകളുടെ കൈമാറ്റമല്ല മതസ്വാതന്ത്ര്യം. അത് നമ്മൾ മനസ്സിലാക്കുക. ആരാധനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതല്ല മതസ്വാതന്ത്ര്യം. ഇപ്പോൾ ശബരിമലയിൽ പോവാൻ മാലയിട്ട ഒരു ഹൈന്ദവ സുഹൃത്ത്, അവൻ എത്ര വലിയ നമ്മുടെ സുഹൃത്താണെങ്കിലും അവൻ നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് ഇറച്ചി കഴിക്കൂല, നമ്മുടെ പെരതാമസത്തിൻ്റെ അന്ന് അവൻ പോത്തിറച്ചി കഴിക്കൂല. എന്തേ? അവനിക്ക് കഴിക്കാൻ പാടില്ല, അവൻ മാല ഇട്ടിരിക്കുകയാണ്. അത് അവൻ്റെ ആചാരമാണ്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അതാണ് നമുക്ക് ഇഷ്ടം. എന്നതുപോലെ ഹൈന്ദവരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പോവല്ലേ മുസ്ലിമെ, സ്നേഹത്തോടെ ഉണർത്തുകയാണ്. അത് പൂക്കളത്തിൻ്റെ രൂപത്തിലാവട്ടെ, നിലവിളക്ക് കത്തിക്കുന്ന രൂപത്തിലാവട്ടെ, അല്ലെങ്കിൽ തിരുവാതിര കളിക്കുന്ന രൂപത്തിലാവട്ടെ, എന്ത് രൂപത്തിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തശാബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റൊരു സമുദായത്തിൻ്റെ ആ ഒരു ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് അവൻ പോയി കഴിഞ്ഞാൽ, അവരോട് ഒരു സാമ്യത അവൻ വെച്ച് കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് എൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള ഒരു സഹോദരനും ഒരു സഹോദരിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ വർഷം ഒരു ഹൈന്ദവ സഹോദരൻ എഴുതിയൊരു കുറിപ്പുണ്ട്. ഈ വർഷത്തെ ഓണം, അതായത് 2022 ഓണം തട്ടമിട്ട ഉമ്മച്ചി കുട്ടികൾ കൈയടക്കി എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹം ആ ഒരു വാചകം എഴുതിയത്. ഞാൻ ചോദിക്കട്ടെ, നാണമില്ലേ നിങ്ങൾക്ക്? നാണമില്ലേ? തട്ടമിട്ട് സാരിയെ കൊടുത്ത് തുള്ളുകയാണ്, ആടി തിമിർക്കുകയാണ്. ആരെ കാണിക്കാനാ? മറ്റുള്ളവരെ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കാനാണോ നമ്മളത് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈമാൻ എവിടെ? നമ്മുടെ വിശ്വാസം എവിടെ? പിന്നെ നമ്മൾ എന്തിനാ മുസ്ലിമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്? ഭയങ്കര വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ഒരു ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളും സെറ്റ് സാരിയൊക്കെ ഉടുത്തു വന്ന് ഭയങ്കര ആഘോഷ തിമിർപ്പാണ്. ഇപ്പം ആഘോഷിച്ചത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷെ സംഭവിക്കുന്നത് ഓരോരുത്തർക്കും അവരുടെ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്, അവരുടെ ഈമാനാണ് നഷ്ടപ്പെടുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെയോ, ഓണക്കാലം എന്ന് പറഞ്ഞാൽ അതൊരു വെക്കേഷൻ കാലമാണ്. സ്കൂളുകൾക്ക് അവധിയാണ്, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്, മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായിരിക്കും. ഈ അവധിയൊക്കെ നമുക്കും ബാധകമാണല്ലോ, ഒരാർക്കും ഒരു തർക്കവുമില്ല, അവധിയൊക്കെ നമുക്കും ഉള്ളതാണ്. പക്ഷേ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം, മറ്റൊരു ഗുരുതരമായ പ്രശ്നം, ഈ അവധിക്കാലത്തൊക്കെ കേരളത്തിലെ ജനത കുടിച്ചു തീർക്കുന്നത് അല്ലെ, ഓരോ ഓണക്കാലം കഴിയുമ്പോഴും, ഓരോ ഓണത്തിൻ്റെ ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് വിറ്റഴിക്കപ്പെടുന്നത്, ഖജനാവിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ പാൻ മസാലകളും മയക്കുമരുന്നുകളുമാണ് ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത്. ഇതിൽ ഹൈന്ദവർ മാത്രമെന്നൊന്നും ആരും പറയുന്നില്ല, അല്ലെങ്കിൽ ക്രൈസ്തവർ മാത്രമെന്ന് ആരും പറയുന്നില്ല. അതിൽ മുസ്ലിമീങ്ങളുമുണ്ട്, മതമുള്ളവനുമുണ്ട്, മതമില്ലാത്തവനുമുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ മദ്യമൊക്കെ പൊടിപൊടിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ,
എൻ്റെ മുസ്ലിമേ, നമുക്ക് മദ്യം ഹറാമല്ലേ, ലഹരി വസ്തുക്കൾ ഹറാമല്ലേ, മറ്റ് അന്യ സ്ത്രീ പുരുഷന്മാരുമായി ഇടകലർന്നിട്ട് ഡാൻസും പാട്ടും കൂത്തുമൊക്കെ അതൊക്കെ നമ്മുടെ ദീൻ നിഷേധിച്ചതല്ലേ, നിരോധിച്ചതല്ലേ? ഇതൊക്കെയല്ലേ ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം പേരുധാരികൾ, മുസ്ലിം നാമധാരികൾ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് ഈ കാട്ടിക്കൂട്ടലുകളൊന്നും മതസാഹോദര്യമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ സമാധാനം പറയേണ്ടി വരും എന്ന ഒരു ഉത്തരവാദിത്വ ബോധം പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. പിന്നെയോ മതവിരുദ്ധമല്ലാത്ത നമുക്ക് എടുക്കാമല്ലോ. അതായത് ഒരു മതത്തിൻ്റെ വിശ്വാസ ആചാരങ്ങൾ വരാത്തത് എന്തും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സത്യം സത്യമായി മനസ്സിലാക്കുക, തെറ്റിനെ തെറ്റായി മനസ്സിലാക്കുക. ഇവിടെ ചിന്തിക്കേണ്ടത്, ഒരു മുസ്ലിം ഓണം ആഘോഷിച്ചില്ല എന്ന് വെച്ച് ഇവിടെ ഒരു ഹൈന്ദവനും പരാതിയില്ല. ഒരു മുസ്ലിം ഒരു ക്രിസ്തുമസ് ആഘോഷിച്ചില്ല എന്ന് വെച്ച് ഇവിടെ ഒരു ക്രിസ്ത്യാനിക്കും ഒരു ക്രൈസ്തവനും പരാതിയില്ല. ഇവിടെ പരാതികൾ കുത്തിപ്പൊക്കുന്നത് ഇവിടത്തെ നിരീശ്വരവാദികളാണ്, വർഗീയവാദികളാണ്, യുക്തിവാദികളാണ്. അവരുടെ തന്ത്രം നമ്മൾ മനസ്സിലാക്കി ഇരിക്കുക. മതസാഹോദര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിശ്വസിക്കുന്ന മതം അത് മുറുകെ പിടിച്ച് ജീവിക്കലാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും മുസ്ലിം പേരുള്ളവരും പേരില്ലാത്തവരും എല്ലാവരും കൂടിക്കലർന്ന് പല മോശപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യുന്നു. നബി തങ്ങൾ പറഞ്ഞല്ലോ, അവസാന കാലഘട്ടമാകുമ്പോൾ കയ്യിൽ തീക്കട്ട പിടിക്കുന്നത് പോലെയായിരിക്കും ഒരു മുഅ്മിനിന്റെ ഈമാൻ എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ഓണക്കാലത്തെന്നല്ല എല്ലാ സമയത്തും നമ്മൾ ഒരു ദുആ മുറുകെ പിടിക്കണം, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ. കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്, ആഘോഷങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ സ്വന്തം ആഘോഷമായി ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല. ഈ ഓണക്കാലത്ത് മുതൽ നമ്മൾ ഇനി മുറുകെ പിടിക്കേണ്ട ഒരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ എന്നറിയോ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ എന്ന് പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ്. ഒന്നുകൂടി പറയാം, റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. അല്ലാഹുവേ, റളീതു ബില്ലാഹി റബ്ബ, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീ റബ്ബായിട്ടുള്ളത് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ വബിൽ ഇസ്ലാമി ദീന, പരിശുദ്ധമായ ഇസ്ലാം എൻ്റെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രവാചകരായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ദുആ നമ്മൾ 3 പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ നമ്മുടെ ഈമാൻ മുറുകെ പിടിക്കാൻ പറ്റുമെന്നാണ്. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. ഇത് ഈ ഒരു കാലം, ഈ ഓണക്കാലം മുതൽ തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് മുറുകെ പിടിക്കുക. എല്ലാ ദിവസവും 3 പ്രാവശ്യം പറയുക, നമ്മുടെ ഈമാൻ നിലനിന്ന് കിട്ടുമെന്നാണ്. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കിയതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഓണം അത് ഹൈന്ദവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അത് അവരാഘോഷിക്കട്ടെ, അത് അവരുടെ ആഘോഷമാണ്. നമുക്ക് 2 ആഘോഷങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ളത്. 2 പെരുന്നാളുകൾ നമുക്ക് അന്ന് ആഘോഷിക്കാം, അന്ന് സഭ്യമായ നിലയിൽ നമുക്ക് ആഘോഷിക്കാം. അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് നൽകട്ടെ. അൽഹംദുലില്ലാ, നമ്മൾ ഈ ഒരു പുതിയ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ ഒരുപാട് അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായ മുഴുവൻ കാര്യങ്ങളിലും എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേരാണ് ഓരോ വീഡിയോകൾക്ക് താഴെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് പറയാറുള്ളത്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. മരണം വരെ ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.